ഗൈസ് വെൽക്കം ടു മെഡ്ഹെഡബ്. അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്ന ആൻറ്റി കൺവൾസൻ അല്ലെങ്കിൽ ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് ആണ്. സോ നമുക്ക് നോക്കാം, വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല, ഭയങ്കര സിമ്പിൾ ടോപ്പിക്കാണ്. എല്ലാ പ്രാവശ്യം ഞാൻ പറയുന്ന പോലെ തന്നെ എപ്പിലെപ്സി എന്ന് പറഞ്ഞ ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്, അത് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഇതിനെന്താ കാരണങ്ങളുണ്ടാവുക? ഒന്ന് ലോസ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ബോഡി മൂവ്മെൻറ്റ്സ്. യൂഷ്വലി നമുക്ക് കാണുന്നത് ക്യാരക്ടറിസ്റ്റിക് ബോഡി മൂവ്മെൻറ്റ്സ് ആണ്. നമുക്ക് നോർമലി കാണുന്നതിനേക്കാൾ കൂടുതൽ ബോഡി മൂവ്മെൻറ്റ്സുകൾ ഉണ്ടായിരിക്കും. ഓട്ടോണോമിക് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടായിരിക്കും കേട്ടോ. സോ ബേസിക്കലി എപ്പിലെപ്റ്റിക് സീഷേഴ്സ് എന്നാണ് ഈ അറ്റാക്സ് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സീരീസ് നമ്മൾ പറയുന്നത്. അപ്പോൾ ബോഡിയിൽ ഇറഗുലർ ആയിട്ട് ഇലക്ട്രിസിറ്റി ഡിസ്ചാർജ് ആവുകയും അത് നമ്മുടെ ന്യൂറോൺസിലൂടെ കടന്നു പോവുകയും അങ്ങനെ നമുക്ക് അൺവോളണ്ടറി ആയിട്ട് അത് നമ്മൾ ഒരുപാട് മൂവ്മെൻറ്റ്സുകൾ വരികയും ഡിസ്റ്റർബ്ഡ് മൂവ്മെൻറ്റ്സ് വരിക, അൺകോൺഷ്യസ് കാണിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നോർമലി ഉണ്ടാവുക, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ അത് മാത്രമല്ല, നമ്മുടെ ബ്രെയിനും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. സോ എപ്പിലെപ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഗ്രാൻമൽ എപ്പിലെപ്സി, ടെമ്പറൽ എപ്പിലെപ്സി, പെപ്റ്റിമൽ എപ്പിലെപ്സി, മിക്ലോണിക് എപ്പിലെപ്സി, ഫോക്കൽ എപ്പിലെപ്സി എന്നും പറഞ്ഞ് തിരിക്കുന്നുണ്ട്. സോ നമ്മൾ മെഡിസിനൽ കെമിസ്ട്രിയിൽ കുറച്ച് നോക്കുന്നുണ്ടാവും, പിന്നെ ക്ലിനിക്കൽ ഫാർമസി കുറച്ച് നോക്കുന്നുണ്ടാവും. സോ അപ്പം നമുക്ക് ഇത് കാര്യമായിട്ട് പഠിക്കേണ്ട ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പഠിക്കേണ്ട, അത് കൂടുതലും ഫിസിയോളജിയിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് കാര്യങ്ങൾ മാത്രം ബേസിക് ആയിട്ട് മാത്രം പഠിച്ചാൽ മതിയാകും. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഫാർമക്കോ ഡൈനാമിക് അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ രണ്ട് കാര്യങ്ങൾ പഠിക്കണം. ഒന്ന് ഗ്ലൂട്ടാമേറ്റ് ആണ്. ഗ്ലൂട്ടാമേറ്റ് എന്താണ്? ഒരു എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ആരാണ്? എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇനി ആൽഫ അമിനോ ബ്യൂട്ടാരിക് ആസിഡ് അല്ലെങ്കിൽ ഗാബ എന്ന് പറയുന്നത് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. എവിടെ കാണുക? CNS-ലാണ് കാണുക. ഓക്കെ, ഇനി എല്ലാ ആൻറ്റി എപ്പിലെപ്റ്റിക് ഡ്രഗുകളും ചെയ്യുന്നത് ഇൻഹിബിറ്റിംഗ് ഗാബ ട്രാൻസ്ഫെമിനേസ് ആൻഡ് എക്സിലറീസ് ഓഫ് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഗ്ലൂട്ടാമേറ്റ്. സോ ഈ രണ്ട് സാധനത്തിന് എന്ത് ചെയ്യുന്നു? അവർ കുറയ്ക്കുവാണ് ചെയ്യുക. പഠിച്ചില്ലേ? സിമ്പിളല്ലേ? അടിപൊളിയായിട്ട് പഠിച്ചില്ലേ? അപ്പോൾ വേറെ നോക്കാനൊന്നുമില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസിഫിക്കേഷനാണ് ഹിഡൻഡോയിൻസിന് ഫിനറ്റോയിൻ, ബാർബിച്ചുറേറ്റ് ഫീനോബാർബിറ്റോൺ പ്രിമിഡോൺ, ഇമ്യൂനോസ്റ്റിൽബീൻസ് കാർബമസെപ്പീൻ, സക്സിനാമൈഡ് എത്തോസക്സിനാമൈഡ്, അലിഫാറ്റിക് കാർബോസൈക്ലിക് ആസിഡ് സോഡിയം വാൽപ്രേറ്റ്, ബെൻസോഡൈസെപ്പിൻ ക്ലോണാസെപ്പം ഡൈസെപ്പാം, ന്യൂവർ ആൻറ്റിലെപ്റ്റിക് ഡ്രഗ് ലാമോട്രിജിൻ ഗാബാപെൻറ്റീൻ, മിസിലിനിസ് ട്രൈ മെത്തേഡയോൺ ആൻഡ് അസറ്റസോളമൈഡ്. സോ ഇതിനകത്ത് ഒരുപാട് ഡ്രഗ്സുകൾ നമ്മൾ അല്ലാതെ തന്നെ ഡ്രഗ്സുകൾ എടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ ഡ്രഗും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പല സെഷനിൽ ഈ CNS-ൻ്റെ തന്നെ നമ്മൾ പഠിച്ചപ്പോൾ പല സെഷൻസിൽ ഈ ഡ്രഗുകളൊക്കെ പലയിടത്തായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഡ്രഗുകളും എക്സ്പ്ലെയിൻ ചെയ്യില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഡ്രഗ് പഠിക്കാൻ പോകുന്ന ഫിനറ്റോയിൻ ആണ്. ഫിനറ്റോയിൻ ഒരു ഗുഡ് ആൻറ്റി കൺവൾസൻ ആക്ടിവിറ്റി ഉണ്ട്. ജനറലൈസ്ഡോ അല്ലെങ്കിൽ പാർഷ്യൽ സീഷറോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ. ദ ആക്ട് ബൈ ബ്ലോക്കിംഗ് ദ സോഡിയം ചാനൽ ഇൻ ദ ന്യൂറോൺ ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിലുള്ള സോഡിയം ചാനലിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഫിനറ്റോയിൻ ആക്ട് ചെയ്യുന്നത്. വെൽ അബ്സോർഡ് ആഫ്റ്റർ ഓറൽ അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ ഓറലി കൊടുക്കുകയാണെങ്കിൽ നല്ല അബ്സോർപ്ഷൻ കിട്ടും. വൺ സെറ്റ് ഓഫ് ആക്ഷൻ കുറവാണ്, എന്നാൽ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടുതലാണ്. വൺ സെറ്റ് ഓഫ് ആക്ഷൻ കുറവാണ്, ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടുതലാണ്. Metabolized in the liver and metabolized are almost completely excreted in urine within 40 hours. 40 hours-നുള്ളിൽ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യും? നമ്മളെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകും എന്നുള്ളതാണ് ഫിനറ്റോയിൻ. ഗുഡ് ആൻറ്റി കൺവൾസൻ പ്രോപ്പർട്ടി ഉണ്ട്. ജനറലൈസ്ഡ് അല്ലെങ്കിൽ പാർഷ്യൽ സീച്ചേഴ്സിന് ഉപയോഗിക്കാം. സോഡിയം ചാനലിനെ ബ്ലോക്ക് ചെയ്യുന്നത് ഓറൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് കൊടുക്കുക. ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ആക്ടിവിറ്റി കിട്ടും. മെറ്റബിളൈസ് ഇൻ ദ ലിവർ ആൻഡ് എക്സ്ക്രീറ്റ് ഇൻ ദ യൂറിൻ വിത്തിൻ 40 hours. പഠിച്ചല്ലോ. ഇനി അഡ്വേഴ്സ് എഫക്റ്റ് ആണ്. ഗിഡ്നസ്, ട്രമർ, ഹെഡ് ഏക്ക്, ഇൻസോംനിയ, നൗസിയ, വോമിറ്റിംഗ്, അനോക്സിയ, സ്കിൻ റാഷസ്. ഇനി ലോങ് ടേം യൂസിലാണെങ്കിൽ സ്വെല്ലിംഗ് ഓഫ് ഗം ഉണ്ടാവും. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ബ്ലീഡിങ്, ജിജിവൈറ്റിസ്. പ്രഗ്നൻസിയിലാണെങ്കിൽ വെൻ യൂസ് ഇൻ പ്രഗ്നൻസി ഇറ്റ് കോസ് ക്ലെഫ്റ്റ് പെല്ലറ്റ്, ഹെയർ, ലിപ്സ് ആൻഡ് മൈക്രോസെഫലി ഇൻ ദ ഫീറ്റസ്. ഇത് മൈക്രോസെഫലി വെച്ചാൽ നമ്മുടെ ഈ മൈക്രോസെഫലി ഇൻ ദ ഫീറ്റസ്. സോ മൈക്രോസെഫലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അബ്നോർമാലിറ്റി കാണിക്കുക എന്നുള്ളതാണ്. നമുക്ക് നോർമലി ഉണ്ടാകുന്നതിനേക്കാൾ കുറഞ്ഞു പോവുക. തലയുടെ ആ ഒരു സ്ട്രക്ചർ ഇല്ലേ, വളരെ കുഞ്ഞായിരിക്കും, ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല കേട്ടോ. യൂസ്ഡ് ഇൻ ഗ്രാൻഡ്മാൽ ആൻഡ് സൈക്കോമോട്ടർ എപ്പിലെപ്സി. ഗ്രാൻഡ്മാലിലും സൈക്കോമോട്ടർ എപ്പിലെപ്സിലും നമ്മൾ അധികമായിട്ട് ഫിനറ്റോയിൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിൾ ഡ്രഗാണ്, ഇമ്പോർട്ടൻറ്റ് ഡ്രഗും കൂടെയാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് കാർബമസെപ്പീൻ ആണ്. കാർബമസെപ്പീൻ ഗുഡ് ആൻറ്റി കൺവൾസൻ ആക്ടിവിറ്റി ഉണ്ട്. കോമൺലി ഉപയോഗിക്കുന്നതാണ് ടെമ്പറൽ ലോബ് എപ്പിലെപ്സിയിലും ഗ്രാൻഡ്മാൽ എപ്പിലെപ്സിയിലും. ഏതൊക്കെയാണ്? ടെമ്പറൽ ലോബ് എപ്പിലെപ്സി ആൻഡ് ഗ്രാൻഡ്മാൽ എപ്പിലെപ്സി ആണ്. ഇറ്റ് ഈസ് സ്ലോലി അബ്സോർബ്ഡ് ഓൺ ഓറൽ അഡ്മിനിസ്ട്രേഷൻ ബട്ട് ഓവറോൾ ബയോ
ബയോ അവൈലബിലിറ്റി ഈസ് 90%. എടുത്ത് പറയണം 90% ആണ്. അഡ്വേഴ്സ് എഫക്റ്റ് നൗസിയ, വോമിറ്റിംഗ്, ഗിഡ്നസ്, സ്കിൻ റാഷസ്, ബ്ലഡ് വിഷൻ ആണ്. ടെമ്പറൽ എപ്പിലെപ്സി, ഗ്രാൻമൽ എപ്പിലെപ്സി, ക്രോണിക് ന്യൂറോപ്പത്തിക് പെയിൻ, ബൈപോളാർ മൂഡ് ഡിസോർഡറിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കാർബമസെപ്പിൻ എന്താണ് ഗുഡ് ആൻറ്റി കൺവൾസൻ ആക്ടിവിറ്റി ഉണ്ട്, കോമൺലി ഉപയോഗിക്കുന്നതാണ്. ടെമ്പറൽ ലോബ് എപ്പിലെപ്സിലും ഗ്രാൻമൽ എപ്പിലെപ്സിലും യൂസ് ചെയ്യാറുണ്ട്. ബയോ അവൈലബിലിറ്റി 90% ആണ്. ടെമ്പറൽ ലോബ് എപ്പിലെപ്സി, ഗ്രാൻമൽ എപ്പിലെപ്സി, ക്രോണിക് ന്യൂറോപ്പത്തിക് പെയിനിലും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ഡ്രഗ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് സോഡിയം വാൽപ്രേറ്റ് ആണ്, ഹൈലി എഫക്റ്റീവ് ഇൻ പെപ്റ്റിമൽ എപ്പിലെപ്സി. പെപ്റ്റിമൽ എപ്പിലെപ്സിയിൽ ഹൈലി എഫക്റ്റീവ് ആയ ഒരു ഡ്രഗ് ആണ് സോഡിയം വാൽപ്രേറ്റ്. ഇറ്റ് ആക്ട് ബൈ ഇൻഹിബിറ്റിംഗ് ഗാബ അമിനോ ബ്യൂട്രേറ്റ് ട്രാൻസാമിനേസ് ആൻഡ് പൊട്ടൻഷിയേറ്റിംഗ് ദ പോസ്റ്റ് സിനാപ്റ്റിക് ഗാബ ആക്ടിവിറ്റി. സോ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ആരെയാണ്? ഗാബേനെ തന്നെയാണ്. ഫസ്റ്റ് കാര്യം പറയുവാണെങ്കിൽ എവിടെയാണ് ഗാബ ട്രാൻസാമിനേസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയും രണ്ട് പോസ്റ്റ് സിനാപ്റ്റിക് ഗാബ ആക്ടിവിറ്റിനെ എന്ത് ചെയ്യുന്നു, അതിനെ പൊട്ടൻഷിയേറ്റ് ചെയ്യുകയുമാണ് ചെയ്യുക കേട്ടോ. സോ കംപ്ലീറ്റ്ലി അബ്സോർബ്ഡ് ആഫ്റ്റർ ഓറൽ അഡ്മിനിസ്ട്രേഷൻ, മെറ്റബോളൈസ്ഡ് ഇൻ ലിവർ ആണ്. ആൻഡ് ഇറ്റ് ക്യാൻ കോസ് നൗസിയ, വൊമിറ്റിംഗ്, ഹെപ്പാറ്റിക് ഡാമേജ്, സെഡേഷൻ, അറ്റാക്സിയ, അലർജിക് റിയാക്ഷൻസ്. ഇതൊക്കെ കോമൺലി ഏകദേശം എല്ലാത്തിനും ഒരുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. സോ യൂസ് പെപ്റ്റിമൽ എപ്പിലെപ്സി. ആരാണ് പെപ്റ്റിമൽ എപ്പിലെപ്സി? ഇമ്പോർട്ടൻ്റ് ആണ്, മറന്നു പോകരുത് കേട്ടോ. സോഡിയം വാൽപ്രേറ്റ് പെപ്റ്റിമൽ എപ്പിലെപ്സി ആണെന്ന് ഇപ്പോൾ തന്നെ പഠിച്ച് മനസ്സിലേക്ക് വെച്ചോളാം. സോ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് വായിക്കുക, ക്ലാസിഫിക്കേഷൻ അടിപൊളിയായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ആണ് ബൈ ദ ബൈ.